മേയർ ആര്യ രാജേന്ദ്രനും കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പോരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് നിരാശരാകുമ്പോൾ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി DVR കസ്റ്റഡിയിലെടുത്തു. എന്നാൽ അതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ല എന്ന വിശദ പരിശോധനയിൽ കണ്ടെത്തി. ക്യാമറയുള്ള 4 ഫാസ്റ്റ് പാസഞ്ചർ തമ്പാനൂർ ഡിപ്പോയിൽ ഇന്നുണ്ട്. ഇതിൽ ബാക്കി 3 ബസ്സുകളിലും മെമ്മറി കാർഡുണ്ട്. വിവാദങ്ങളിലായ ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായിരിക്കുന്നത്. അന്വേഷിക്കാൻ KSRTC MDക്ക് ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ഇതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായി എന്ന് വ്യക്തമായി. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ല എന്ന് പോലീസ് അറിയിച്ചു. മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്ന് അന്വേഷിക്കുമെന്ന് SHO ജയകൃഷ്ണൻ പറഞ്ഞു. അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ല എന്ന ഡ്രൈവർ യദു പ്രതികരിച്ചു. മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും മാറ്റിയതാകാം എന്നാണ് യദു പറയുന്നത്. താൻ ബസ് ഓടിക്കുമ്പോൾ CCTV പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യദു പറയുന്നുണ്ട്. ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നു എന്ന് യദു പറയുന്നു. സീബ്ര ലൈനിനു കുറുകെ ബസ്സിട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്തതിനുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ മറ്റൊന്നിനും ഒരു തെളിവുമില്ല. ഈ തെളിവുള്ള മേയർക്കെതിരായ ആരോപണത്തിന് പോലീസ് കേസെടുക്കുന്നുമില്ല. തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിട്ടുന്ന ആരോപണത്തിൽ KSRTCയും ഇപ്പോൾ മൗനത്തിലാണ്. KSRTC കേസും കൊടുത്തിട്ടില്ല. ഇതിനൊപ്പമാണ് മെമ്മറി കാർഡ് മോഷണവും. ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും KSRTC പോലീസിനെ അറിയിച്ചതുമില്ല. ഇതിൽ ഗതാഗത മന്ത്രി പ്രതിഷേധത്തിലാണ്. തമ്പാനൂരിൽ 4 സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക് CCTV ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട്. ഇതിലൊന്നിൽ മാത്രമാണ് മെമ്മറി കാർഡ് ഇല്ലാത്തത്. ഇത് വിവാദ ബസ്സിലും. പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാറ് സീബ്ര ലൈനിന് കുറുകെയിട്ട് ബസ് തടഞ്ഞതിന്റെ CCTV ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസ്സിനെ കാർ ചേസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. ഡ്രൈവറുടെ മുന്നിലടക്കം 3 ക്യാമറകളാണ് ബസ്സിലുള്ളത്. എന്നാൽ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ല. വിവാദം തുടങ്ങിയപ്പോൾ തന്നെ CCTV ഇല്ലെന്ന തരത്തിലായിരുന്നു KSRTCയിൽ നിന്ന് വന്ന അനൌദ്യോഗിക പ്രതികരണം. അതിനിടെ ഡ്രൈവറാകും മെമ്മറി കാർഡ് ഇളക്കി മാറ്റിയത് എന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും ബസ്സിൽ നിന്നും ചില ഉപകരണങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിൽ നിന്നും മെമ്മറി കാർഡ് ഊരിയെടുത്ത സമയം കണ്ടെത്താനാകും. എങ്കിലും മെമ്മറി കാർഡ് പോയത് ഈ കേസിനെ തീർച്ചയായും ബാധിക്കും. KSRTCയും CCTVയിൽ വിശദീകരണം നൽകുന്നില്ല. CCTV മെമ്മറി കാർഡ് കളവ് പോയതാണ് എങ്കിൽ KSRTCക്ക് പോലീസിൽ പരാതി നൽകാമായിരുന്നു. അതുണ്ടായിട്ടില്ല. ഏതായാലും CCTV ഉള്ള ബസ്സിലെ മെമ്മറി കാർഡിൽ KSRTC കൂടുതൽ ഗൗരവം കാണിക്കണമായിരുന്നു. പാളയത്ത് നിന്ന് തന്നെ പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം മറ്റാരോ ആണ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചത്. ഏതായാലും പാളയത്ത് വച്ച് ആ മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റാൻ സാധ്യതയില്ല. സംഭവങ്ങൾ ബസ്സിലെ ഒരാൾ മൊബൈലിൽ പകർത്തിയിരുന്നു. ഇയാളോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ധാർമ്മിക അധപ്പതനം ഒന്ന് മാത്രമാണ് ഇന്ന് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ അധീശത്വം എന്ന് പറയാതെ വയ്യ. മേയർ സ്ഥാനം ലോകത്ത് വലിയ സംഭവമൊന്നുമല്ല എന്നും നമ്മുടെ സിനിമാ നടൻ മധുവിന്റെ അച്ഛൻ പരമേശ്വരൻ നായർ അലങ്കരിച്ചിരുന്ന പദവിയാണ് താൻ അനുഭവിക്കുന്നത് എന്ന ബോധ്യം മേയർ ആര്യയ്ക്ക് ഒന്ന് ഉണ്ടാകുന്നത് നല്ലതാണ്. തലസ്ഥാനത്തെ സർഗപ്രതിഭാധനന്മാരും സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവരും ഒന്നും പ്രതികരിച്ചു കണ്ടേയില്ല. ഈ സംഭവം തമിഴ്നാട്ടിലോ മറ്റ് സംസ്ഥാനത്തോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നോ? ആത്മാഭിമാനം നഷ്ടപ്പെട്ട വെറും ഷണ്ണന്മാരായ ഒരു ജനതയുടെ പേരാണോ മലയാളി? ന്യൂസ് ഡെസ്ക് രാഷ്ട്രദീപം.